ബഹുമാനായ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ചിറങ്ങി ഉടനെ തന്നെ ഇവിടെ എത്തും. അതുവരെ ഒരു ഉദ്ഘാടന പ്രഭാഷണം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഇവിടെ എത്തി. അതിനേക്കാൾ ഉപരി സന്തോഷം നൽകുന്നത് അഹ്ലുൽ ബൈത്തിലെ പന്താരക മഹാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ നമ്മുടെ പുനർനിർമ്മിക്കുന്ന അഞ്ചുകുന്നു ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു എന്നുള്ളത് നമുക്കേവർക്കും ആനന്ദകരമായ സന്തോഷകരമായ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരുണത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ 1500 വർഷങ്ങൾക്കപ്പുറം മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. ഖുബാ എന്ന് പറയുന്ന ദേശത്തിന്റെ തൊട്ടടുത്ത് സുലൈം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രം താമസിക്കുന്നുണ്ടായിരുന്നു. 1400 പരം വർഷങ്ങൾക്ക് മുമ്പുള്ള മഹാസംഭവത്തെ വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഖുബാ എന്ന ദേശത്തിന്റെ തൊട്ടടുത്ത് സുലൈം എന്ന് പറയുന്ന ഒരു ഗോത്രം താമസിക്കുന്നുണ്ടായിരുന്നു അത്രേ. ആ സുലൈം ഗോത്രം ആരാധിച്ചിരുന്നത് ലമാദ് എന്ന പേരുള്ള ഒരു ദൈവത്തെയായിരുന്നു, ഒരു വിഗ്രഹത്തെയായിരുന്നു. ആ വിഗ്രഹത്തിന്റെ പേര് ലമാദ് എന്നായിരുന്നു. ആ ലമാദിനെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് എല്ലാ ദിവസവും രാവിലെ ഒരു പൂജാരി ആ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വന്ന് ഈ ലമാദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുമായിരുന്നു അത്രേ. ആ പൂജാരിയുടെ പേര് അബ്ബാസ് ബിൻ മിർദാസ് എന്നായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും തന്നെ ലമാദ് എന്ന് പറയുന്ന താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തെ, ആ ദൈവമെന്ന് അവർ കണക്കാക്കപ്പെടുന്ന ആ ഒരു പ്രതിമയെ തന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് നല്ലതുപോലെ അതിനെ കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്റെ ദൈവത്തിന്, തന്റെ ദൈവമാകുന്ന ലമാദിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ സേവനങ്ങളും ഇടമുറ തെറ്റാതെ ഓരോ രാവിലെയും വൈകുന്നേരവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിന്റെ സമയത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ട് അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന പൂജാരി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ താൻ തലേ ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തുടർച്ച് വൃത്തിയാക്കി വെച്ചിരുന്ന ലമാദ് എന്ന് പറയുന്ന ആ ദൈവം മുഖം കുത്തിയിട്ട് നിലത്തേക്ക് വീണിട്ട് കഴുത്തൊടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന ആ പൂജാരി കാണാനിടയായത്. മനസ്സിന് വലിയ പ്രയാസത്തോടെ വിഷമത്തോടെ ഈ അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന പൂജാരി തന്റെ ദൈവത്തിന് 2 കരങ്ങൾ കൊണ്ടിങ്ങനെ വാരിയെടുത്ത് മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് അതിനെ പൂർവാവസ്ഥയിലേക്ക് എവിടെയാണോ താൻ തലേ ദിവസം രാത്രി ലമാദ് എന്ന ദൈവത്തിന് വെച്ചിട്ട് പോയത് അതേ സ്ഥാനത്തേക്ക് വെക്കാൻ ഒരുങ്ങുന്ന സമയം തന്റെ കൈകളിരിക്കുന്ന 2 കഷണങ്ങളായി തലവേറെ ഉടലവേറെ മാറിപ്പോയ ലമാദ് എന്ന് പറയുന്ന താൻ തലേ ദിവസം രാത്രി വരെ ആരാധന നടത്തിയിരുന്ന ആ ദൈവത്തിന്റെ പ്രതിമ തന്റെ കൈകളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അബ്ബാസ് ബിൻ മിർദാസ് അത്ഭുതപ്പെട്ടു. ഞാൻ എന്താണ് ദൈവമേ ഈ കാണുന്നത്? യാതൊരു മിണ്ടാനോ സംസാരിക്കാനോ ചലിക്കാനോ സാധ്യതയില്ലാത്ത ലമാദ് എന്ന് പറയുന്ന എന്റെ ഈ ദൈവം എന്റെ കയ്യിലിരുന്ന് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നറിയോ? ആ ദൈവം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, കുല്ലിൽ ഖബാഇല മിൻ സുലൈമിൻ കുല്ലിഹാ ഹലകല്ലാഹു വഫാസ അഹ്ലുൽ മസ്ജിദി. അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന പൂജാരിയുടെ കൈയിന്റെ ഉള്ളിലിരുന്നിട്ട് ആ ജീവനില്ലാത്ത 2 കഷണങ്ങളായിട്ട് ഒടിഞ്ഞു പോയ ലമാദ് എന്ന് പറയുന്ന ദൈവം വിളിച്ചു പറയുന്നു, ഖുൽ നീ പറയണം ലിൽ ഖബാഇലി, നിന്റെ ഖബീലക്കാരാകുന്ന സുലൈം ഗോത്രക്കാരോട് അബ്ബാസ് ബിൻ മിർദാസെ നീ പറഞ്ഞു കൊടുക്കണം, ഈ വിഗ്രഹം സംസാരിക്കുകയാണ്, നീ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറയേണ്ടത്? ബഹുമാന്യനായ നമ്മുടെ പ്രഭാഷകൻ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് സ്റ്റേജിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു പ്രിയപ്പെട്ട ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സും ദീനി രംഗത്ത് ഖൈറായ ഉയർച്ചയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന പൂജാരി നോക്കുമ്പോൾ തലേ ദിവസം വരെ ജീവനില്ലാതിരുന്ന ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തലയും ഉടലും വേർപെട്ട് കിടക്കുന്ന ലമാദ് എന്ന് പറയുന്ന ആ ദൈവം താൻ ഇന്നലെ വരെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം പറയുകയാണ്, ഖുൽ അബ്ബാസ് ബിൻ മിർദാസ് നീ പറഞ്ഞു കൊടുക്കണം ലിൽ ഖബാഇലി മിൻ സുലൈമിൻ, സുലൈം ഗോത്രക്കാരോട് ആ ഖബീലക്കാരോട് നീ പറഞ്ഞു കൊടുക്കണം, കുല്ലുഹാ എല്ലാ സുലൈം ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളോട് നീ പറഞ്ഞു കൊടുക്കണം, ഹലക്കല്ലാഹു ഈ കഴുത്തുകൊണ്ട് കിടക്കുന്ന ലമാദ് എന്ന് പറയുന്ന ദൈവം എന്നേക്കുമായി ഇതാ നശിച്ചു പോയിരിക്കുകയാണ്. പിന്നെയോ മസ്ജിദിന്റെ പള്ളിയുടെ അഹ്ലുകാര് മാത്രമാണ് വിജയിച്ചത് എന്ന ആ ഒരു വലിയ സത്യത്തിന് നീ സുലൈം ഗോത്രക്കാരോട് പോയി പറയണമെന്ന്. അങ്ങനെ അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന പൂജാരിക്ക് വലിയ അത്ഭുതമായി. തന്റെ തലേ ദിവസം വരെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിനെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഖുബാഇന്റെ മണ്ണിലേക്ക് ചെന്നിട്ട് അവിടെ കണ്ട ജനങ്ങളോട് ചോദിക്കുന്നു, ഞാനിങ്ങനെ ഒരു വലിയ അത്ഭുതം അമ്പലത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഖുബാനിവാസികൾ പറയുകയാണ്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മുഹമ്മദ് മുസ്തഫ എന്ന പേരുള്ള വിശുദ്ധനായ ഒരു പ്രവാചകൻ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന ഒരു പള്ളി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ സത്യസന്ധമായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടുത്തുയർത്തുന്ന ആ ഒരു മസ്ജിദിനെ കുറിച്ചായിരിക്കാം യാതൊരു വിധത്തിലുള്ള സംസാരങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത നിന്റെ ലമാദ് എന്ന് പറയുന്ന ദൈവം ചത്തൊടുങ്ങുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്ന് വലിയ അത്ഭുതത്തിന്റെ ഭാഷയിൽ സുലൈം ഗോത്രക്കാര് ഖുബാനിവാസികളായ സുലൈം ഗോത്രക്കാര് അബ്ബാസ് ബിൻ മിർദാസിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ ഈ അബ്ബാസ് ബിൻ മിർദാസ് എന്ന് പറയുന്ന ആ വ്യക്തി മസ്ജിദുൽ ഖുബാഇന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ചന്ദ്രശോഭയേക്കാൾ പ്രകാശപൂരിതമായ വജ്ഹിന്റെ ഒളിവുമായി ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മസ്ജിദിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അവിടെ ചെന്ന് കലിമ പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ചത്തൊടുങ്ങി പോകുന്നതിന് മുമ്പ് ഇതേവരെ സംസാരിക്കാത്ത തലയൊടിഞ്ഞ നിലത്തേക്ക് വീണുപോയ ഒരു പ്രതിമ ലമാദ് അവസാനമായി പറഞ്ഞത് മസ്ജിദിന്റെ അഹ്ലുകാരെ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ്. മസ്ജിദിന്റെ അഹ്ലുകാരി എന്ന് പറയുമ്പോ മസ്ജിദിന്റെ പരിപാലകരിൽപ്പെട്ടതാണ്, മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിൽപ്പെട്ടതാണ്, ഇമാമത്ത് നിൽക്കുന്ന ഖത്തീബ് ഉസ്താദ് അതിന്റെ ഭാരവാഹികളാണ്. ഇവിടെ മാസത്തിൽ മാസവരി കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മസ്ജിദിന്റെ അഹ്ലുകാരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പുനർനിർമ്മിക്കുന്ന 5 കുന്ന് ജുമാ മസ്ജിദിലേക്ക് നിങ്ങൾ ഒരു രൂപ കൊടുത്തിട്ടെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മസ്ജിദിന്റെ അഹ്ലുകാര് വിജയിക്കുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു വിധമായ സംശയത്തിനും നമുക്ക് ഇടവരുത്തുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയമേറിയതുകൊണ്ട് പ്രിയങ്കരനായ ഉസ്താദ് വർഗങ്ങൾക്ക് ഞാൻ ഒഴിഞ്ഞുകൊടുക്കുകയാണ്. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ആദ്യം ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പള്ളിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുതിയ എഞ്ചിനീയർ നമ്മൾ ഏൽപ്പിച്ചു. ഏകദേശം നമ്മൾ അളന്നപ്പോ 18,000 സ്ക്വയർ ഫീറ്റ് വരുന്ന മസ്ജിദാണ് 3 നിലകളിലായിട്ട് നമ്മൾക്ക് പണി കഴിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏകദേശം 3.5 കോടിയിലധികം വരുന്ന രൂപ നമുക്ക് സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ മഹല്ലിലെ ഒരാളും ഒഴിവാകാതെ ഓരോ വ്യക്തികളും പാവപ്പെട്ടവനും പണക്കാരനും വിധവകളും അടങ്ങുന്ന ഓരോരുത്തരും മസ്ജിദിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന ഉത്തമമായ ഒരു ബോധ്യത്തോടെ ഒരു വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഇടയിൽ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളോട് ചോദിക്കുമ്പോൾ
നിങ്ങൾ കാര്യമായ സ്വതകൾ ഏറ്റെടുത്തിട്ട് ഇതിന്റെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം. കാരണം ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദേ 2 വർഷമോ 2.5 വർഷമോ വെച്ച് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഇടയിൽ ഞാനെങ്ങാനും ഇവിടെ പറഞ്ഞു പോയാൽ പള്ളിയല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് എന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് എല്ലാവരും നിസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഉസ്താദേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണം നടക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സഹോദരൻ ഈ സദസ്സിലെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് നൂറുകണക്കിന് വിശ്വാസികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്ത് അവസാനത്തെ കിടത്തം കിടന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകുവാൻ. ഈ സമയത്ത് ഓർക്കേണ്ടുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. 1.5 കോടി രൂപയിലധികം തന്ന പ്രിയപ്പെട്ട പടയൻ സുഹൈൽ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ, അതുപോലെ തന്നെ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന വസ്തുത സഹായിച്ച നമ്മുടെ പ്രിയങ്കരനായ കണക്കശ്ശേരി മൊയ്തു ഡോക്ടർ, അതിനെ കൂടെ നിന്ന പ്രിയപ്പെട്ട റഷീദ് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ 50 ലക്ഷം തന്ന പടയൻ മുസ്തഫ ഉൾപ്പെടെ, അതുപോലെ തന്നെ 5 ലക്ഷവും 2 ലക്ഷവും 1 ലക്ഷവും ഒക്കെയായിട്ട് ഏറ്റെടുത്ത ഓഫർ ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിലുപരി സിമന്റായും കല്ലായും പെട്ടിട്ട് ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി നിർമ്മാണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മഹല്ലിന്റെ കമ്മിറ്റിക്കാർ ഓരോ വീട് വീടാന്തരം കയറിയിറങ്ങിയപ്പോ ഈ വലിയ തുകകൾ മാറ്റി നിർത്തിയാൽ ഏകദേശം 370 കുടുംബങ്ങളുള്ള നമ്മുടെ മഹല്ലിലുള്ള ആകെ 125 പേര് മാത്രമാണ് നമുക്ക് ഓഫർ പറഞ്ഞിട്ടുള്ളത്. ആരും പ്രിയ സഹോദരങ്ങളെ ഒഴിവാകരുത്. ഇന്നും ഇത് നമ്മുടെ ആയുസ്സിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് വസീയത്തുകളുണ്ട്. അവസാനം ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി, അതുപോലെ പ്രത്യേകിച്ച് മഹല്ലിന്റെ കമ്മിറ്റി ചെയർമാൻ പടയൻ അബ്ദുൽ ഹാജി ഉൾപ്പെടെ സുഖമില്ലാത്ത പാവങ്ങളാണ്, രോഗികളാണ്, അവർക്ക് വേണ്ടി ദുആ എടുക്കണം. അതുപോലെ രാഘവനില്ലാതെ ഇന്നത്തെ ഈ മജ്‌ലിസിന് വേണ്ടിയൊന്നല്ല, ഇവിടെ റബീഉൽ അവ്വൽ വന്നാലും എന്ത് പരിപാടി നടന്നാലും രാഘവനില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരായ യുവത്വം 2 ടീമുകളായി തിരിഞ്ഞിട്ടൊക്കെ അവർ നടത്തുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഉസ്താദിനോട് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അവസാനം നിങ്ങൾക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുആ എടുക്കും. അതുപോലെ പ്രവാസികളായ സഹോദരങ്ങൾ ഇന്നത്തെ ഈ മജ്‌ലിസിന്റെ ഭക്ഷണത്തിലേക്ക് ഇതിന്റെ ചെലവിലേക്ക് ഒരുപാട് സഹോദരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ പരിപാടിയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ എത്തുന്ന പ്രിയ സഹോദരിമാർ, ഉമ്മമാർ, എല്ലാവർക്കും ഉസ്താദ് അവസാനം ദുആ എടുക്കും. ഉസ്താദിനോട് പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ നാടിന്റെ നന്മ ഖിയാമത്ത് നാൾ വരെയും തലമുറകൾ കൈമാറി നിലനിൽക്കുന്നതിന് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് വളരെ വേഗത്തിൽ ഉസ്താദിന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധമായ ഖുർആനിക വചനത്തിൽ ഈ മഹത്തായ സംഗമത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.